അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹബഹുമാനമുള്ള വിശുദ്ധ ഖുർആൻ തജ്വീദ് പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പഠനത്തെ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വന്നുപോയ ചെറുതും വലുതുമായ വീഴ്ചകൾ അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി. അല്ലാഹുമ്മ യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നാ ഇൽമൻ കസീറ. സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തുകൊണ്ട് ആരംഭിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ഓക്കെ, അൽഹംദുലില്ലാഹ്. ഗൈനിന്റെ അതേ ശബ്ദം തന്നെയാണ് മഗ്ദൂബി എന്നുള്ളിടത്തും വരുന്നത്. രണ്ട് സ്ഥലങ്ങളിലും ഒരേ സംഭവമാണ്. അവിടെ രണ്ടാമത്തെ ലേശൊരു غير المغضوب عليهم. രണ്ടും ഹെവി ലെറ്റർ ആണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ്. വേറൊക്കെ ഉഷാറായിട്ട് പാരായണം ചെയ്തിട്ട്. അതേപോലെ എനിക്ക് ഒരു ചെറിയൊരു ഡൗട്ട് തോന്നിയത്, ഇയ്യാക്ക എന്ന് പറഞ്ഞു കൊടുത്ത് കുറച്ച് സാധാ നോർമൽ പാരായണത്തിൽ വരുന്നതിലും കുറച്ചും കൂടി കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. إياك نعبد وإياك نستعين. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആണ്. അൽഹംദുലില്ലാഹ്. ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാഹ്. ഓക്കെ, നമുക്ക് പിന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. وكذلك جعلنا لكل نبي عدوا من المجرمين وكفى بربك هاديا ونصيرا. ഓക്കെ, അൽഹംദുലില്ലാഹ്. നല്ല ഉഷാറായിട്ടുണ്ട്. പാരായണൊക്കെ നല്ലൊരു ഒടുക്കിലേക്ക് വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. സലാം കാ ഉഷാറായിട്ടുണ്ട്, ഗംഭീരായിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. جعلنا لكل نبي. ഓക്കെ, جعلنا جيم فتحة جا، عين فتحة جاء، لام سكون جعل، نون فتحة ألف مد طبيعي حركتان. جعلنا لكل نبي. لام كسر لي، كاف لمكو لكو، لام سدا كسر كل لكل. نبي نون فتحة با كسر بي نبي، يا سدا تنوين كسر نبي. جعلنا لكل نبي. ഓക്കെ, അൽഹംദുലില്ലാഹ്. وكذلك جعلنا لكل نبي عدوا من المجرمين وكفى بربك هاديا ونصيرا. അൽഹംദുലില്ലാഹ്. ബാറക്കല്ലാഹു ഫീഹി. അൽഹംദുലില്ലാഹ്. ഓക്കെ, ഉഷാറായിട്ടുണ്ട്. ഉസ്താദ് പാരായണം ചെയ്തത് തേജി. ഓക്കെ. وقال الذين كفروا لولا نزل عليه القرآن جملة واحدة كذلك لنثبت به فؤادك
ورتلناه ترتيلا. ഓക്കെ, അൽഹംദുലില്ലാ. ജുംലതൻ വാഹിദ അങ്ങനെയാണോ വഖഫ് ചെയ്തിരുന്നത്? ജുംലതൻ വാഹിദ അങ്ങനെയാണോ വഖഫ് ചെയ്തിരുന്നത്? അങ്ങനെയാണോ വഖഫ് ചെയ്യേണ്ടത്? വാഹിദ വാഹിദ ഒരു ഹാഇന് സുക്കൂനല്ല കൊടുക്കണ്ടേ? അപ്പൊ എനിക്ക് കേട്ടപ്പോ വാഹിദ എന്നൊരു മദ്ദിലാണോ നിർത്തിയത് എന്ന് എനിക്കൊരു സംശയം, അതുകൊണ്ട് ചോദിച്ചതാ. എങ്ങനെയായിരുന്നു എനിക്ക് കേട്ടപ്പോ തോന്നുന്നു വാഹിദ എന്നൊരു മദ്ദിൽ നിർത്തിയോ എന്നൊരു സംശയം, അതുകൊണ്ട് ചോദിച്ചതാണേ. ഓക്കെ, വാഹിദ ഒരു സാക്കിനിയായിട്ടാണ് എനിക്ക് അറിയാം, പക്ഷെ പാരായണം ചെയ്തപ്പോൾ നല്ല ഭംഗിയിൽ പാരായണം ചെയ്തു, നല്ല രസമായിട്ടുണ്ട് കേൾക്കാൻ കേട്ടോ ഷിഫിനെ. അൽഹംദുലില്ലാ, ബറകല്ലാഹു. وقال الذين كفروا لولا نزل عليه القرآن جملة واحدة كذلك لنثبت به فؤادك ورتلناه ترتيلا. ഓക്കെ, തഹജ്ജുദ് ചെയ്തു. وقال الذين كفروا واو فتحة واو فتحة ألف مد به حركتين وقا لام فتحة لا وقال همزة وصل وصل. ഖാഫിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ബിൽ ഫത്ഹ. واو فتحة وخاء ألف مد مفخمة وقا لام فتحة لا وقال همزة وصل تسقط وصلا يبدو بها لام شدة فتحة ألا ذال كسرة يا مد به حركتين الذي نون فتحة نا الذين وقال الذين كا فتحة كا فا فتحة فا را ضمة واو مد به حركتين ألف صفر مستدير لا ينطق كفروا وقال الذين كفروا. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്. അൽഹംദുലില്ലാ. ولقد آتينا موسى الكتاب وجعلنا معه أخاه هارون وزيرا. അൽഹംദുലില്ലാ, ഉഷാറായിട്ടുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ. ولقد آتينا واو فتحة لام فتحة لا واو فتحة مفخمة قا لقى دال ساكنة مكركلة لقد ولقد أنثى فتحة ألف مد بدل مد تبي حركتان تا فتحة تا آتا يا سكون آتي نون فتحة ألف مد تبي حركتان آتينا ولقد آتينا ഓതിക്കോളൂ. ولقد آتينا موسى الكتاب وجعلنا معه أخاه هارون وزيرا. ഓക്കെ, അൽഹംദുലില്ലാ, ബറകല്ലാഹു ഫീക്. മറുനിസത്ത ഈ ആയത്തൊന്ന് പാരായണം ചെയ്യൂ. فقلنا اذهبا إلى القوم الذين كذبوا بآياتنا فدمرناهم تدميرا. മറുനിസത്ത രണ്ട് സ്ഥലങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫഖുൽനാ ഇദ്ഹബാ ഇലൽ ഖൗമിൽ ലദീന നിർത്തി, ലദീൻ എന്ന് നിർത്തി. പിന്നെ കൗമി എന്ന് തുടങ്ങാൻ പാടില്ല, അൽ കൗമാണ്, ഒരു പ്രത്യേക കൗമിനെ കുറിച്ച് പറയുകയാണ്. അപ്പം തീർച്ചയായിട്ടും തുടങ്ങുമ്പോൾ അൽ എന്ന് ചേർത്തണം, അല്ലെങ്കിൽ ഇലൽ കൗമിൽ ലദീന എന്നെങ്കിലും പറയണം. കൗമി എന്ന് പറയുമ്പോൾ ഏതൊരു ഇവിടെ ഒരു പ്രത്യേക വിഭാഗത്തെ കുറിച്ചാണല്ലോ പറയുന്നത്, അപ്പൊ അൽ എന്ന് ചേർത്ത് പറയും. എടുത്തോതുമ്പോൾ അതാണല്ലോ നമ്മൾ പഠിച്ച ഹംസത്തു വസ്ലിൻ തസ്കുത്ത് വസ്ലിൻ നബ്ദു ബിഹ ആ ആണല്ലോ. അവിടുന്ന് ഇത് തുടങ്ങുകയാണെങ്കിൽ ആ വരണം. അപ്പൊ അവിടെ നിങ്ങൾ തുടങ്ങിയപ്പോൾ അൽ ഒഴിവാക്കിയിട്ടാണ് ഓതിയത്, അത് ശ്രദ്ധിക്കുക. പിന്നെ ഫദമ്മർനാഹു മണിക്കണം,
ഫദമ്മർനാഹും മണിക്കാൻ മറന്നുപോയി. ഫദമ്മർനാഹും തദ്മീറ എന്നായിപ്പോയി. അവിടെ ഒന്ന് മണിച്ചാൽ ഉഷാറായിരുന്നു. ഒന്നും കൂടി പാരായണം ചെയ്തോളൂ. അല്ല, ഫഖുൽന ദഹബ മുതൽ ഓതിക്കോളൂ. فقلنا اذهبا إلى القوم الذين كذبوا بآياتنا فدمرناهم تدميرا. ഓക്കെ, അൽഹംദുലില്ലാഹ്, ബറക്കല്ലാഹു ഫീക്. അല്ലാഹു ഖൈർ നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وكذلك جعلنا لكل نبي عدوا من المجرمين وكفى بربك هاديا ونصيرا. കമൃത, നമ്മൾ ഒരു ഇദ്ഗാം ബിഗുന്ന എന്നുള്ള ഒരു ടോപ്പിക് പഠിച്ചിരുന്നു. അപ്പോൾ അവിടെ നബിയിൻ അദുവം മിനൽ അദുവം മിന മണിക്കണം. അതേപോലെ വകഫാ ബിറബ്ബിക ഹാദിയൻ വനസീറാ. രണ്ട് സ്ഥലങ്ങളിൽ ഉന്ന നൽകാൻ മറന്നു പോയിട്ടുണ്ട്. ആ രണ്ട് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒന്നും കൂടി പാരായണം ചെയ്തോളൂ. وكذلك جعلنا لكل نبي عدوا من المجرمين وكفى بربك هاديا ونصيرا. ഓക്കെ, കമൃത്ത, ആ ഭാഗം നിങ്ങൾ നല്ലോണം പഠിക്കണം. തൻവീൻ, നൂൻ സാക്കിന തൻവീൻ. അപ്പം അത് ഇൽഹാർ ചെയ്യേണ്ട. നബിയിൻ അദുവൻ എന്നാണ്. അവിടെ നബിയിൻ മണിച്ചു. അദുവമ്മി എന്നുള്ളിടത്ത് മണിച്ചിട്ടുണ്ട്. വഹാദിയം വ എന്നുള്ളിടത്തും. ഒന്ന് ആ ടോപ്പിക് ഒന്നും കൂടി നോക്കണേ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അദുവം മിനൽ മുജ്രിമീൻ. عين فتحة دال ضمة عدو واو شدة تنوين بالفتحة مدغمة في الميم المقصورة بغنة حركتين. عدوا مي نون فتحانا منا عدوا منا همزة وصل تسقط وصلا نبدأ بها آلام قمرية مظهرة الميم ضمام المو جيم ساكنة مقلقلة مج راء كسرة مرققة مجري المجري ميم كسرة ياء الطبيعي حركتان مي نون فتحانا المجرمين عدوا من المجرمين. ആയത്തൊന്ന് പാരായണം ചെയ്തോളൂ മൊത്തത്തിൽ. وكذلك جعلنا لكل نبي عدوا من المجرمين وكفى بربك هاديا ونصيرا. ഓക്കെ, അൽഹംദുലില്ലാഹ്, ബറക്കല്ലാഹു ഫീക്. لولا نزل عليه لام فتحة لا واو سكون لو لام فتحة ألف مد طبيعي حركتان لا لولا نم ضمانو ساي شدة كسرة نزي لام فتحة لا نزل لولا نزل عين فتحة لام فتحة ياء سكون علي ها كسرة عليه لولا نزل عليه. പാരായണം ചെയ്യും. പാരായണം ചെയ്തോളൂ. وقال الذين كفروا لولا نزل عليه القرآن جملة واحدة كذلك لنثبت به فؤادك ورتلناه ترتيلا. ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാഹ്. ولا يأتونك بمثل إلا جئناك بالحق وأحسن تفسيرا. തഹജ്ജ് ചെയ്യൂ. بمثل إلا جئناك با كسرة بي ميم فتحة ما ثا فتحة لام تنوين
التنوين بالكسرة مظهرة. تنوين بالكسرة مظهرة. بمثل ألف همزة كسرة إي لام شدة فتح ألف مد تبي حركتان بمثل إلا جيم كسرة جي همزة سكون جي. نون فتح ألف مد تبي حركتان جئنا كاف فتح كا بمثل إلا جئناك. اوكي الحمد لله بارك الله فيك. ولقد آتينا موسى الكتاب وجعلنا معه أخاه هارون وزيرا. ഓക്കെ അൽഹംദുലില്ലാ. നല്ല ഉഷാറായിട്ട് പാരായണം ചെയ്യുന്നു. ميم فتحة ما عين فتحة ما ها ضمة واو مد طبيعي حركتان. തൊബീഴയാണോ അവിടെ വരിക? ഹാഇനൊരു പ്രത്യേക പേരൊക്കെ ഉണ്ട്. ആ ഹാഇന് പറയുന്ന ഒരു പേരുണ്ട്. അപ്പൊ ആ ഹാ വന്നു കഴിഞ്ഞാല് പിന്നെ വരുന്നതിന് ഒരു മദ്ദിന്റെ പേരുണ്ട്. ശേഷം ഹംസ വന്നു കഴിഞ്ഞാല് വേറൊരു മദ്ദായി മാറും. മദ് കുബറ. സില കുബ്ര. ഹ ദമ്മ ഹ ദമ്മ വാവ് മദ് സില കുബ്ര അലിഫ് ഹംസ ഫത്ഹ. അങ്ങനെയല്ല. ഹ ദമ്മ സില കുബ്ര ജായിസ് ഇത്നാൻ ഔ അർബ ഔ ഖംസ ഹറകാത്ത് അലിഫ് ഹംസ ഫത്ഹ. അങ്ങനെ കേട്ടോ. പറഞ്ഞോളൂ. മഅഹു അഖാഹു. കഴിഞ്ഞോ? ബാക്കിയൊക്കെ പറഞ്ഞോ? ഖ ഫത്ഹ മുഫഖമ അലിഫ് മദ് മുഫഖമ മദ് തബി ഹർക്കത്താൻ അഖാഹു ഖ ളമ്മ ഹു അഖാഹു. ഒന്ന് പാരായണം ചെയ്തോളൂ. വലഖദ് ആതൈനാ മൂസൽ കിതാബ വജഅൽനാ മഅഹു അഖാഹു ഹാരൂന വസീറാ. ഓക്കെ. കട്ട് ചെയ്യരുത്. മഅഹു അഖാഹു ഒന്നുകിൽ 2 അല്ല 4 5 ദീർഘം കൊടുക്കണേ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. فقلنا اذهبا إلى القوم الذين كذبوا بآياتنا فدمرناهم تدميرا. ഓക്കെ അൽഹംദുലില്ലാ. പറയാനൊക്കെ ഉഷാറായിട്ടുണ്ട്. അൽഹംദുലില്ലാ. ശുക്രൻ. ജസാക്കല്ലാ. كذبوا بآياتنا كفتحك ذل شد فتحة ذا كذا با لما واو مد طبيعي حركتان ألف صفر مستدير لا ينطق بو كذبوا با كسر بي همزة فتحة ألف مد طبيعي حركتان بي അവിടെ يا فتحة ആ മദ്ദിന് വേറെന്തോ ഒരു പേര് പറയോ? مد بدل യെസ് യെസ് യെസ്. با كسر بي همزة فتحة مد بدل طبيعي حركتان يا فتحة ألف مد طبيعي حركتان يا بآية تا كسرتي نون فتحة ألف مد طبيعي حركتان نا بآياتنا كذبوا بآياتنا. ആയത്ത് ഓതിക്കോളൂ. فقلنا اذهبا إلى القوم الذين كذبوا بآياتنا فدمرناهم تدميرا. ഓക്കെ അൽഹംദുലില്ലാ. ബാറക്കല്ലാഹു ഫീക്. وكذلك جعلنا لكل نبي عدوا من المجرمين
وكفى بربك هاديا ونصيرا. രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, وَكَذَلِكَ جَعَلْنَا لِكُلِّ نَبِيٍّ عَدُوًّا. അവിടെ ഒന്ന് ഷദ് വന്നു പോയിട്ടുണ്ട്, അത് ശ്രദ്ധിക്കാം. ലികുല്ലി നബിയ്യിൻ നദുവ എന്നല്ല, ലികുല്ലി നബിയ്യിൻ ലികുല്ലി നബിയ്യിൻ അദുവ്വൻ മിനൽ മുജ്രിമീൻ. അവിടെ നമ്മൾ വഖഫ് ചെയ്തു. അവിടെ വഖഫ് ചെയ്യാൻ കാരണം ഖലേ എന്നാണ്. ഖലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഖഫുൽ ഊല എന്നാണ്. വഖഫ് ചെയ്യലാണ് ഉത്തമം. ചേർത്ത് പാരായണം ചെയ്താൽ കുഴപ്പമില്ല. അപ്പൊ അവിടെ വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അദുവ്വൻ മിനൽ മുജ്രിമീന വഖഫ ബിറബ്ബി വേണ്ട, അതിന്റെ ആവശ്യമില്ല. വഖഫ ബിറബ്ബിക ഹാദിയൻ വനസീറ എന്ന് മതി. ഓക്കെ മുസ്നത്ത, മനസ്സിലായോ? മനസ്സിലായി. ഞാൻ കണ്ടില്ല വഖഫിന്റെ. അല്ല, നിങ്ങൾ അവിടെ നിർത്തി, ഖാഫിൽ നിർത്തി. പിന്നെ ഇങ്ങനെ വന്നപ്പോ എന്തോ അവിടെ വഖഫ് ചെയ്യലാണ് ഉത്തമം. ഓക്കെ, ഒന്നുകൂടി ഓതി വെക്കണോ? وكذلك جعلنا لكل نبي عدوا من المجرمين وكفى بربك هاديا ونصيرا. ഹാദിയൻ വനസീറ ഒന്ന് കുറച്ചും കൂടി ഒന്ന് മനസ്സിലാ ബെറ്റർ ആണ്. ഓക്കെ, അൽഹംദുലില്ലാഹ്. هاديا ونصيرا. ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാഹ്. ഫാത്തിമത്ത പാരായണം ചെയ്യൂ. وقال الذين كفروا لولا نزل عليه القرآن جملة واحدة كذلك لنثبت به فؤادك ورتلناه ترتيلا. ഓക്കെ, അൽഹംദുലില്ലാഹ്. ഉഷാറായിട്ട് പാരായണം ചെയ്തിട്ടുണ്ട്. ശുക്രൻ, ജസാക്കല്ലാഹ്. ولا يأتونك بمثل إلا جئناك بالحق وأحسن تفسيرا. ഓക്കെ, അൽഹംദുലില്ലാഹ്. ബാറക്കല്ലാഹു ഫീക്. ഉഷാറായിട്ട് പാരായണം ചെയ്തിട്ടുണ്ട്. ഓക്കെ, واو فتحة وأحسن تفسيرا. واو فتحة و ألف همزة فتحة أ و أ ها سكون أح سين فتحة سا أحسى نون فتحة نا أحسن وأحسن تا فتحة تا فا سكون تف سين كسرة يا مد طبيعي حركتان سي تفسي را فتحة مفخمة ألف مد مفخمة مد إبل حركتان عند الوقف تفسيرا وأحسن تفسيرا. വെരി ഗുഡ്, അൽഹംദുലില്ലാഹ്. ഉഷാറായിട്ട് തഹജ്ജുദ് ചെയ്തു. അൽഹംദുലില്ലാഹ്, ബാറക്കല്ലാഹു ഫീക്. بسم الله الرحمن الرحيم. الذين يحشرون على وجوههم إلى جهنم أولئك شر مكانا وأضل سبيلا. ഷർറും മക്കാന വഅദല്ലു എന്നാണോ? ഷർറും مكانا وأضل سبيلا. നല്ല പാരായണമായിരുന്നു, പക്ഷെ അവിടെ മാത്രം ഒന്ന് പ്രശ്നമാക്കി. അദല്ലു അല്ല, അദല്ലു. ഷർറും മക്കാന വഅദല്ലു സബീല. ദാദിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. കേൾക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ഹംസ അലിഫ് ഹംസ ലമ്മാഹു വാവ് സിഫർ മുസ്തദിർ ലാ യുൻസഖ് ലാം ഫതഹ അലിഫ് മദ് മുത്തസിൽ വാജിബ് അർബഅ ഖംസ ഹർകാത്ത് അലിഫ് ഹംസ കസ്റായി ഉലായി ഫാ ഫതഹ ഫാ ഉലാഹിക ഷീൻ ഫതഹ ഷാ ഫാ ഷദ്ദ തൻവീൻ ലമ്മാ ഷർറൻ മുദ്ഗമ من مدغمات الميم المفتوحة بهن حركتين شر ما كافتها ألف مد تبعي حركتان نفا نون تنوين
نون تنوين بالفتحة ألف مكانا أولئك شر مكانا ഓക്കെ അൽഹംദുലില്ലാ. الذين يحشرون على وجوههم إلى جهنم أولئك شر مكانا وأضل سبيلا. ഓക്കെ ശുക്രൻ ജസാക്കല്ലാഹ്. ولقد آتينا موسى الكتاب وجعلنا معه أخاه هارون وزيرا. ഓക്കെ വെരി ഗുഡ് അൽഹംദുലില്ലാ. ഉഷാറായിട്ട് പാരായണം ചെയ്തിട്ടുണ്ട്. هارون وزيرا. ها فتحة ها فتحة رام ضمة وام طبيعي. ഹാ ഫത്ഹ ഹാ എന്നേ ഉള്ളൂ. ها فتحة ألف مد طبيعي حركتان. ها را ضمة وام طبيعي حركتان. رو هارو نون فتحانا هارون واو فتحة و زي كسرة يا مد عارض يا مد ذي حركتان زي وزي را تنوين بالفتحة مد عوض ആ തൻവീൻ ബിൽ ഫത്ഹ ഒക്കെ വേണോ? എങ്ങനെയാണ് അത് പറയല്? കൃത്യമായിട്ട് പറഞ്ഞേ. ആ മദിനെന്താ പറയല്? അപ്പൊ ആലോചിച്ച് നോക്കി. തൻവീൻ നമ്മൾ ഒഴിവാക്കല്ലേ, എന്നിട്ട് അല്ലേ നമ്മൾ ഇവളാക്കുന്നത്? റാ ഫത്ഹ മുഫഖമ അലിഫ് മദ് മുഫഖമ മദ് ഇവദ് ഹർകതാൻ ഇൻദൽ വഖഫ്. അങ്ങനെ തന്നെയല്ലേ? എനിക്ക് കൺഫ്യൂഷൻ ആയി. റാ ഫത്ഹ മുഫഖമ അലിഫ് മദ് മുഫഖമ മദ് ഇവദ് ഹർകതാൻ ഇൻദൽ വഖഫ്. ഓക്കേ വസീറ هارون وزيرا. اوكي الحمد لله. فدمرناهم تدميرا. ففتحها فا دال فتحها دا فدا ميم حرف ون مشدد بالفتح. فدم را سكون فدمر نون فتحها ألف مد طبيعي حركتان. فدمرنا حالمه فدمرناه ميم ساكنة مظهرة قبل تاء المفتوحة. فدمرناهم تا دال ساكنة مقلقلة تد ميم كسرة يا مد طبيعي حركتان. تدمي را فتحة مفخمة ألف مد مفخمة مد عوض حركتان عند الوقف. تدميرا فدمرناهم تدميرا. فقلنا اذهبا إلى القوم الذين كذبوا بآياتنا فدمرناهم تدميرا. ഓക്കെ അൽഹംദുലില്ലാ ബറക്കല്ലാഹു ഫീ. ഓക്കെ അപ്പൊ നമ്മള് പുതിയ പോർഷനിലേക്ക് പോവാ. നമ്മൾ പുതിയ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ് ലാസിം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മദ് ലാസിമാണ്. ലാസിമിന്റെ എന്താണ് ലാസിം എന്നുള്ളതൊക്കെയാണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത്. മദ് ഫറായില് ഫറായി എന്ന് പറയുമ്പം അലിഫ് യാ വാവ് എന്ന മദ്ദക്ഷരങ്ങൾക്ക് ശേഷം ഹംസയോ ഷദ്ദോ സുക്കൂനോ വന്നു കഴിഞ്ഞാൽ ആ മദ്ദിന് പറയുന്ന ഫറായി ആയിട്ടുള്ള മദ് എന്നാണ്. ഫറായി ആയിട്ടുള്ള മദ് എന്ന് പറയുമ്പോൾ ശാഖകളുള്ള എന്നൊക്കെയാണ്. ശാഖകളുള്ള അല്ലെങ്കിൽ അധികം നീട്ടേണ്ടതൊക്കെ മദ്ദാണ്. അപ്പോൾ സാധാരണ മദ്ദാണ് എന്ത് ഫറായി ആയിട്ടുള്ള മദ്. അതിൽ പിന്നെ ഹംസ കാരണം സംഭവിക്കുന്ന മദ്ദുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഷദ്ദോ സുക്കൂനോ കാരണം സംഭവിക്കുന്ന മദ്ദുകൾ. അത് അലിഫ് യാ വാവ് എന്നതിന് ശേഷം ഷദ്ദോ സുക്കൂനോ വരികയാണെങ്കിൽ ആ മദ്ദിന് പറയുന്ന പേരാണ് മദ് ലാസിം. മദ് ലാസിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിർബന്ധമായിട്ടും എന്താണ് സിത്ത ഹറക്കാത്ത് 6 മാത്ര ദൈർഘ്യം നൽകിക്കൊണ്ട് പാരായണം ചെയ്യേണ്ട മദ്ദിനെയാണ് മദ് ലാസിം. നിർബന്ധം ലാസിമായ മദ് എന്ന് പറയാം. ഏറ്റവും ദീർഘമുള്ള ഏറ്റവും നീളം കൂടുതലുള്ള മദ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ മദ് ലാസിമാണ്, സിത്ത ഹറക്കാത്താണ്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു മദ് ലാസിം കെലിമി ഒരു വാക്കിലും വരും, അതേപോലെ ഹർഫിലും വരും.
ഇപ്പൊ കെലിമി എന്ന് പറയുമ്പോൾ ഒരു വാക്ക്, ഒരു പദം, ഒരു പദത്തിൽ വരുന്ന, ഒരു വാക്കിൽ വരുന്ന ഇത്, അതായത് അലിഫ് മദ്ദിന് ശേഷം സുക്കൂനോ ശബ്ദോ വരിക. അപ്പോൾ അത് കെലിമിലുണ്ട്, വാക്കിലുണ്ട്, ഹർഫിൽ. ഹർഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അതിന്റെ മുമ്പേ ഇന്നലെ പറഞ്ഞു വെച്ചതിന്റെ ബാക്കി കൂടി ഉണ്ട്. മദ് ലാസിം മുഖഫഫ് എന്നുള്ളൊരു ടോപ്പിക് കൂടി നമ്മൾ പഠിക്കാനുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചതാണ് എന്താണ്, മുസക്കലായിരുന്നു പഠിച്ചിരുന്നത്. ഈ ആഴ്ച നമ്മൾ മുഖഫഫും പഠിക്കും, മദ് ഹർഫിലേക്കും പോകും. മുസക്കലുണ്ട്, മുഖഫഫും ഉണ്ട്. അത് രണ്ടിലുണ്ട്, കെലിമിയിലും ഉണ്ട്, ഹർഫിലും ഉണ്ട്. കെലിമിയിൽ മുഖഫഫായിട്ട് വരുന്ന ഒരേ ഒരു വാക്ക് മാത്രമാണ്. പിന്നെ മുസക്കലായിട്ട് വരുന്നത് കുറേ ഉണ്ട്. അത് നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച കുറച്ച് ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ലാസിം, കെലിമി, മുസക്കലാണ്. കഴിഞ്ഞ റാദുഹു, തോമ, ഹാഖ, ദബ എന്നുള്ളതൊക്കെ. ഓക്കെ, അതിൻ്റെ തഹജീം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഒരേ ഒരു പിന്നെ വാക്കിൽ സംഭവിക്കുന്നതാണ് മദ് ലാസിം മുഖഫഫ്. മദ് ലാസിം മുഖഫഫ് സിത്ത ഹറക്കാത്ത്. ആ വാക്ക് ഇതാണ്, ആന. അത് സൂറത്ത് യൂനുസിലെ 51, 91 ആയത്തുകളിലാണ് ഈ ഒരു വന്നിട്ടുള്ള വാക്ക് വന്നിട്ടുള്ളത്. ഒരു സൂറത്തിലെ 2 ആയത്തുകളിലായിട്ട് വന്ന ഒരേ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ ഏത് വരുന്നത്, മുഖഫഫായിട്ട് വരുന്നത്. മറ്റേതൊക്കെ മുസക്കലാണ്. മുഖഫഫ് കണ്ടെത്താൻ, വാക്കിലെ കെലിമിയിലെ മുഖഫഫിനെ കണ്ടെത്താൻ എളുപ്പമാണ്. യൂനുസിലെ 51, 91 ആയത്ത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇത് നമുക്ക് പാരായണം ചെയ്യുകയാണെങ്കിൽ ثم إذا ما وقع آمنتم به الآن وقد كنتم به تستعجلون എന്ന്. അപ്പോൾ ആൽ ആന എന്ന് പാരായണം ചെയ്യുമ്പോൾ ആൽ ആന വഖദ് കുന്തും എന്ന് പോരാ, ആന. ഓക്കെ, അടുത്ത ആയത്ത് ഇതാണ്. الآن وقد عصيت قبل وكنت من المفسدين. ഓക്കെ, വെരി ഗുഡ്. ഒന്നും കൂടി ബ്രീത്ത് എടുത്തിട്ട് الآن وقد عصيت قبل وكنت من المفسدين. ഓക്കെ, കിട്ടുമല്ലോ അല്ലേ? ഓക്കെ, ഒന്നുകൂടി പാരായണം ചെയ്യണം. ചെയ്തോളൂ. الآن وقد عصيت قبل وكنت من المفسدين. കുന്ത എന്ന് പറഞ്ഞ കുന്ത താ എന്നുള്ള ദാലിലേക്ക് പോകണ്ടോ എന്നൊരു സംശയമുണ്ട്. നേരത്തെ പാരായണം ചെയ്തപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ചും കൂടി കുന്ത കുന്താന്നായിപ്പോയി. കുന്ത ഏകദേശം മൈന്യൂട്ടായ വ്യത്യാസമുള്ള 2 തമ്മിലെ. അപ്പം അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം. ദാലും താവും അടുത്തടുത്താണ്. അപ്പം അത് ചെറിയൊന്ന് മാറിപ്പോയാൽ ദാലാന്ന് തോന്നിപ്പോവും. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഓക്കെ, നമുക്കിതിന്റെ തഹജ്ജി ഒന്ന് നോക്കാം. നേരത്തെ നമ്മൾ പഠിച്ചതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. മുസക്കലിന് പകരം മുഖഫഫ് വരുന്നുള്ളൂ. ഹംസ, ഫത്ഹ, അലിഫ്, മദ് ലാസിം, കെലിമി, മുഖഫഫ്, 6 ഹർകാത്ത്, ലാം, സുകൂൻ. ഹംസ, ഫത്ഹ, അലിഫ്, മദ് ബദൽ, മദ് തബഈ ഹർകതാൻ. നൂൻ ഫത്ഹാന, ആന. ഓക്കെ, സംശയം എന്തെങ്കിലും ഉണ്ടോ? എനി ഡൗട്ട്? ഇതിൽ ആരെങ്കിലും ഡൗട്ട് ചോദിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓ, ആൽ ആന. അപ്പോ ഹംസ, ഫത്ഹ, അലിഫ്, മദ് ലാസിം, കെലിമി, മുഖഫഫ്, 6 ഹർകാത്ത്, ലാം, സുകൂൻ. همسة فتحة ألف مد بدل مطبي حركتان نون فتحنا الآن.
ഓക്കെ, നോ ഡൗട്ട്. ക്ലിയർ ആണ് എല്ലാവർക്കും? എല്ലാവർക്കും ക്ലിയർ ആണ്. ഓക്കെ, അൽഹംദുലില്ലാ, ബറക്കല്ലാഹ്. അപ്പൊ നമ്മൾ പുതിയ ഞാൻ അയച്ചു തരൂ കേട്ടോ. സാറേ എഴുതിയെടുത്തോളൂ. ഇത് ഞാൻ അയച്ചു തരുകയും ചെയ്യും. ഇനി വരുന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ നമ്മൾ പഠിച്ച് കഴിഞ്ഞത് കെലിമിയാണ്. ഒരു വാക്കിൽ മദ്ദുൽ ആസിം സംഭവിക്കുന്നത് എപ്പോഴൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, മദ്ദുൽ ആസിം കെലിമയിലായാലും ഹർഫിയിലായാലും 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് മുസക്കലും ഉണ്ട്, മുഖഫഫും ഉണ്ട്. അത് മുസക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷദ് കാരണം സംഭവിക്കുന്ന മദ്ദിനാണ് മുസക്കൽ എന്ന് പറയുന്നത്. സുക്കൂന് കാരണം സംഭവിക്കുന്ന മദ്ദിന് മുഖഫഫ് എന്ന് പറയും. ഭാരം കുറഞ്ഞത്, മറ്റേത് ഭാരം കൂടിയത് എന്നൊക്കെയാണ്. ഷദ് വരുമ്പോൾ ഭാരം കൂടുതലാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇനി പഠിക്കാനിരിക്കുന്ന ഇതിലുണ്ട്, ഹർഫിലുണ്ട്. ഹർഫിലേക്ക് പോകുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, സാർ എഴുതി കഴിഞ്ഞോ? ഓക്കെ. ഓക്കെ. മദ് ലാസിം കെലിമി, മദ് ഫി കെലിമി, മുസക്കല് മുഖഫഫ്. ഇനി നമ്മൾ മദ് ലാസിം ഹർഫി. ഹർഫിലും എന്തുണ്ട്? മുസക്കൽ മുഖഫഫ് ഉണ്ട്. മദ് ഫി ഹുറൂഫുൽ മുഖത്തഅ. മുഖത്തഅത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലാക്ഷരങ്ങൾ. മദ് ഫി ഹുറൂഫുൽ മുഖത്തഅത്ത്, കേവലാക്ഷരങ്ങളിൽ സംഭവിക്കുന്ന മദ് ലാസിം. അതും എന്തുണ്ട്? മുസക്കലുണ്ട്, മുഖഫഫും ഉണ്ട് കേട്ടോ. കാരണം ശബ്ദ കാരണം എന്താവുന്ന മദ് ലാസിമിലേക്ക് പോകുന്ന ഹർഫുകളുണ്ട്. അതേപോലെ സുക്കൂന് കാരണം മുഖഫഫ് ആകുന്ന ഹർഫുകളുണ്ട്. ഏതാന്ന് നമുക്ക് നോക്കാം, കൺഫ്യൂഷൻ വരാതിരിക്കും. ഹുറൂഫുൽ മുഖത്തഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, വിശുദ്ധ ഖുർആനില് 29 അധ്യായങ്ങളുടെ ആരംഭത്തിൽ വരുന്ന വെറും എന്താ പറയാ, അലിഫ് ലാം, റാ, സീൻ, യാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ്. അതിന്റെ മാന അല്ലാഹു അഅലം, നമുക്കറിയില്ല. ഇത് പാരായണം ചെയ്യേണ്ടത് എങ്ങനെയാന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഹുറൂഫുൽ മുഖത്തഅ 29 അധ്യായങ്ങളുടെ ആദ്യത്തെ ആയത്ത് ആരംഭിക്കുന്ന ചെറിയ ചില ലെറ്റേഴ്സ് ആണ്. അതിനാണ് ഹുറൂഫുൽ മുഖത്തഅത്ത് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. അലിഫ് ലാം മീം. അടുത്തത് ഹമീം. പിന്നെ ഖാഫ്. അടുത്തത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ശ്വാസം കിട്ടാത്ത ആൾക്കാർക്ക് വേറെ പ്രയാസമുള്ള ഒരു സംഭവമാണ്. നല്ലോണം ബ്രീത്ത് എടുത്തിട്ട് പാരായണം ചെയ്താൽ മതി. കാഫ് ഹാ യാ ഐൻ സ്വാദ്. കുറച്ച് ശ്വാസം നമുക്കത് ഉസ്താദിനെ കൊണ്ടൊന്ന് പാരായണം ചെയ്യിപ്പിക്കണം അതിന്റെ പോർഷൻ എത്തുന്ന സമയത്ത്. പിന്നെ നൂൻ, സ്വാദ്, യാസീൻ. യാസീൻ എന്ന് ഓതുമ്പോൾ യാസീൻ എന്ന് ഓതിയാൽ പോരാ, യാസീൻ. പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ. അങ്ങനെ പോയി പോകുന്നു, അങ്ങനെ പോകാൻ പാടില്ല. യാസീൻ അങ്ങനെ തന്നെ പോണം. പിന്നെ ത്വാഹ, ത്വാഹ, ത്വാസീൻ മീം, ത്വാസീൻ അലിഫ് ലാം റാ, അലിഫ് ലാം മീം റാ, അലിഫ് ലാം മീം
സ്വാദ്. പിന്നെ ഐൻ സീൻ ഖാഫ്. ഓക്കെ, താഴത്ത് കാണുന്ന 14 അക്ഷരങ്ങൾ അല്ലേ, 2, 4, 6, 8, 10, 12, 14, 16 അക്ഷരങ്ങളുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 അക്ഷരങ്ങൾ. ഈ 14 അക്ഷരങ്ങൾ കൊണ്ടാണ് എന്ത് വന്നിട്ടുള്ളത്? ഹുറൂഫുൽ മുഖത്തഅ, ഈ കേവല അക്ഷരങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ 14 അക്ഷരങ്ങൾ കൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് പിന്നെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ലാമ് സീന്, ലാമ് സീനിന് ശേഷം മീമ് വരികയാണെങ്കിൽ ലാസിം ഹർഫി മുസക്കലായിരിക്കും. ലാമിനും സീനിനും ശേഷം മീമ് വരികയാണെങ്കിൽ, ഓക്കെ, മീമ്, ലാമ് സീന് മീമ്, ലാസിം ഹർഫി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അത് അവിടെ അതിൻ്റെ സമയത്ത് മനസ്സിലാക്കാം. ഐൻ സീൻ ഖാഫിനെ മാറ്റി നിർത്താൻ വേറൊരു കാരണം കൂടിയുണ്ട്, അത് അതിലേക്ക് നമുക്ക് പോകാം. ഇനി നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കുക, 29 അധ്യായങ്ങളുടെ ആരംഭത്തിൽ വരുന്ന ചില ഹർഫുകൾ കൊണ്ടുള്ള അതിനെയാണ് പറയുന്നത് എന്ത്? ഹുറൂഫുൽ മുഖത്തഅത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ പിന്നെ അതെങ്ങനെ പാരായണം ചെയ്യണം? അത് മദ് ലാസിം ഉണ്ട്, മദ് തൊബഈ ഉണ്ട്, മദ് ഇല്ലാത്തതുണ്ട്, ഒക്കെയാണ്. അപ്പൊ അതിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഓക്കെ, ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയൊക്കെയാണ് പാരായണം ചെയ്യേണ്ടതെന്ന്. അലിഫ് ലാ യുമദ്ദാണ്. അലിഫിന് എന്തില്ല? അലിഫ് തന്നെ, അലിഫിന് മദ്ദില്ല. അലിഫ് ലാമീം എന്നുള്ള അലിഫ് എന്ന് മാത്രം പറഞ്ഞാൽ മതി, അലിഫ്. പിന്നെ വരുന്നത് മദ് തൊബഈ, 2 ടൈമിങ് കൊടുക്കുന്ന ഹയ്യും തൊഹർ, ഹയ്യും തൊഹർ, ഈ 5 ഹർഫുകൾക്ക് 2 ടൈമിങ് കൊടുത്തിട്ട് 2 ഹർക്കത്തിന്റെ സമയം കൊടുത്തിട്ടാണ് പറയുന്നത്. പിന്നെ വരുന്നത് മദ് ലാസിമാണ്. പിന്നെ വരുന്നതൊക്കെ അതായത് ലാമ് മീമ് ഖാഫ് കാഫ് സ്വാദ് നൂന് സീന് ഐൻ, അതൊക്കെ എന്തിൽ വരുന്നതാണ്? പിന്നെ മദ് ലാസിമിൽ വരുന്നതാണ്. ഐനിന് വേറൊരു പേരും കൂടി ഉണ്ട്, മദ് ലീൻ. നമ്മൾ പഠിച്ചിട്ടില്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പഠിക്കാനുള്ളൊരു മദ് ലീൻ എന്ന് പറഞ്ഞൊരു ലീനിനെ പഠിക്കാനുണ്ട്. അപ്പോൾ ആണ് ഐനിൻ്റെ ഈ ഐൻ എന്തുകൊണ്ട് മദ് ലീനായി എന്നുള്ളത് പഠിക്കാൻ. പക്ഷെ അതിന് ലാസിമിൽ തന്നെ നമ്മൾ ഉൾപ്പെടുത്താം. ഓക്കെ, ഒന്നാമത്തേതാണ് അലിഫ് ലാം മീം. ഇത് നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ. അലിഫ് ലാം മീം ഇതെങ്ങനെ എങ്ങനെയാണ് ഇത് നീട്ടുന്നത്, എങ്ങനെയാണ് അത് കുറുക്കുന്നത് എന്നൊക്കെ നമുക്ക് കൺഫ്യൂഷൻ വരാം. ഇത് സിമ്പിളായിട്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഈ അലിഫിനെയും ലാമിനെയും മീമിനെയും നമ്മൾ എന്ത് ചെയ്യാണ്? എഴുതാണ്. അലിഫ് അല്ലേ, അലിഫ് ഒന്നാമത്തേത് എഴുതി, ലാം രണ്ടാമത്തേത് എഴുതി, മീം മൂന്നാമത്തെ എഴുതി. അപ്പം അതിങ്ങനെ മുറിച്ച് എഴുതുമ്പോൾ തന്നെ നമുക്ക് എന്താ മനസ്സിലാകുന്നുണ്ട്? ഓരോന്നുണ്ടാവും. അലിഫ് ഇലാ യുമദ്ദാണ്. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ, അതിനങ്ങ് മറന്നോളാം. ലാമ് എന്ന് പറയുമ്പോൾ മീമിന് സുക്കൂണ്, ലാമ് അല്ലെ, മീം സുക്കൂനാണ്. പിന്നെ വരുന്നതാണ് മീമാണ്. അപ്പൊ സുക്കൂനുള്ള മീമിന് ശേഷം അടുത്ത ആള് മീമ് വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് സുക്കൂനുള്ള മീമിന് ശേഷം അടുത്ത മീമ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതെന്തായിട്ട് മാറും? നിങ്ങളൊന്ന് നോക്കി. ഇങ്ങനെ ആയില്ലേ? അലിഫ് ലാമീമായി, ലാമ് മീമിന് അതായത് സുക്കൂനുള്ള മീമിനെ അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്യും നമ്മൾ പഠിച്ചല്ലോ, സ്വാഭാവികമായിട്ടും ആ ലാമിന്. അപ്പൊ നമ്മൾ ഒന്നും കൂടി നോക്കി, നിങ്ങള് അലിഫ് ലാ അതെന്താ ചോദിച്ചോ? ശ്രദ്ധ വരും. അപ്പൊ അത് ആ മീമിന് എന്തായി? മീമ് അതിലേക്ക് അങ്ങോട്ട്. അപ്പൊ ആ ലാമിന് ലാം എന്തുകൊണ്ട് ലാം എങ്ങനെയാണ് മദ് ലാസിമായത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ പിരിച്ചെയ്തത്. ലാമ് എന്ന് നമ്മൾ പിരിച്ചെഴുതുമ്പോൾ മീമിന് ശേഷം മീമ് വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ആ മീമിന് അടുത്ത മീമിലേക്ക് എന്താകുന്നുണ്ട്? ഇദ്ഗാം ചെയ്യുന്നുണ്ട്. അപ്പൊ ഷദ് വന്നു. അപ്പൊ ആ ലാമ് മദ് ലാസിമാവാൻ കാരണം ആരാണ്? ഷദ്ദുള്ള മീമാണ്. അതായത് അടുത്ത മീമിന്റെ മീമാണ് ഈ ലാമ് ഷദ്ദാവാൻ കാരണം, അല്ല ലാമ് മദ് ലാസിമാവാൻ കാരണം. അപ്പൊ ആ ലാമിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ലാം മദ് ലാസിം ഹർഫി മുസക്കൽ മുഖഫഫ്. ഏതാ വരിക? മുസക്കലാണ് വരിക. കാരണം എന്താണ്? ആ ലാമ്
പിന്നെ മദ് ലാസിമിലേക്ക് വരാൻ കാരണം മീമാണ്. അത് ഷദ്ദുള്ള മീം. അങ്ങ് ഷദ്ദുള്ള മീം എങ്ങനെ? നമുക്ക് ഈ എഴുത്ത് അലിഫ് ലാം മീം ഖുറാനിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഷദ്ദും സുക്കൂനും ഒന്നും കാണാൻ കഴിയില്ല. അലിഫ് ലാം മീം എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു ഹർക്കത്തും ഒന്നും ഉണ്ടാവില്ല. അലാമത്തിട്ടുണ്ടാവും, മദ്ദിന്റെ അലാമത്തിട്ടുണ്ടാവും, വേറൊന്നും കാണാൻ കഴിയില്ല. അപ്പൊ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? നമ്മൾ ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഈ ആ ഹർഫുകളെ എന്ത് ചെയ്യുക? പിരിച്ചെഴുതുമ്പോൾ നമുക്ക് ഓരോന്ന് കിട്ടി. അലിഫ് ലാമ് മീമ്. അപ്പൊ ലാമും സുക്കൂനുള്ള മീമ്, പിന്നെ മീമ് വന്നു, മീം കസ്റുള്ള മീമ്. അപ്പൊ ആ മീമിനെ അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്തു. അപ്പോൾ അലിഫ് ലാം മീം. മീമ് എന്നുള്ള മീമ് പിന്നെ ലാസിമാവാൻ കാരണം എന്താണ്? മീം കസ്ര യ മദ് ശേഷം മീം സുക്കൂന് വന്നു. മനസ്സിലാകുന്നുണ്ടായിരിക്കില്ല ഞാൻ പറയുന്നത്? ആകെ കൺഫ്യൂഷൻ ആയി പോകണ്ട. അതിനെ കൊണ്ടാണ് ഇതിങ്ങനെ പിരിച്ചെഴുതിയത്, വേഗം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ ലാം മദ് ലാസിം ഹർഫി മുസക്കലാണ്. ലാമ് മദ് ലാസിം ഹർഫി. ലാം മദ് ലാസിം, ലാമ് മദ് ലാസിമാണ്, ഹർഫിയാണ്. ഹർഫിൽ വരുന്ന മദ് ലാസിം ആയതുകൊണ്ടാണ് അവിടെ ഹർഫി എന്ന്. നേരത്തെ ലാം പിന്നെ മദ് ലാസിം കെലിമി പറഞ്ഞു കൊടുത്ത് ഇവിടെ എന്താണ്? മദ് ലാസിം ഹർഫി എന്ന് പറയും. ലാം മദ് ലാസിം ഹർഫി. പിന്നെ മുസക്കലോ മുഖഫഫോ എന്ന് നോക്കാൻ ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ് നമ്മൾ നോക്കേണ്ടത്. അലിഫ് ലാമ് മീം സുക്കൂന് വന്നു, പിന്നെ മീമ് വന്നു. അപ്പൊ അവിടെ ശബ്ദാണ് ആ ലാമ് മദ് ലാസിം ആവാൻ കാരണം. അപ്പൊ അത് മുസക്കലാണ്, സിത്ത ഹർക്കാത്ത്. രണ്ടാമത്തെ നോക്കൂ, മീമിൻ്റെത് സിമ്പിൾ ആണ്. എന്താണ്? മുഖഫഫാണ്. കാരണം മീമിന് സുക്കൂനാണ്, മീമ് അല്ലെ? അപ്പൊ സുക്കൂനാണ് ആ മദ്, അതായത് മീമ് മദ് ലാസിം ആവാൻ കാരണം സുക്കൂനാണ്. സുക്കൂനുള്ള മദ് ലാസിം എന്താണ്? മുഖഫഫായിരിക്കും. ഷദ്ദുള്ളത് മുസക്കലായിരിക്കും. ഇതിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, എന്നിട്ട് നമുക്ക് പിന്നെ അടുത്ത ഇതിലേക്ക് പോകാം. തിരിഞ്ഞിക്കണം എന്തെങ്കിലും? ആരും ഒന്നും പറയുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു പിന്നെ ഒന്നും കൂടി നമ്മൾ ഇതേപോലെ പിരിച്ചെഴുതി വെക്കാം. മനസ്സിലായിട്ടില്ല എനിക്കറിയാം. ഇതൊന്നും കൂടി നമുക്ക് പിരിച്ചെഴുതി വെക്കാം. അടുത്തൊരു പിന്നെ ഒരു ഹാമീം ഒന്ന് പിരിച്ചെഴുതി നോക്കാം. അതല്ല നമ്മൾ ഈ ഹാമീം എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു നോക്കാം. ഹാമീം അല്ലെ? നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ, ഇതിനെ നമ്മൾ എന്താണ് മുറിച്ചെഴുതാണ്. ഹ എന്നുള്ളത് മദ് തൊബിയാണ്. ഇത് പ്രവാചകൻ അങ്ങനെയാണ് പഠിപ്പിച്ചതെന്ന്, അതുകൊണ്ട് അങ്ങനെ. ഓക്കെ, അപ്പോ ഹ പിന്നെ മീം. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ത്? ഹ മദ് തൊബി ഹർഫി ഹർക്കത്താൻ. ഹ സാധാരണ മദ്ദാണ്, ഹർഫിലെ സാധാരണ മദ്ദാണ് കേട്ടോ. ഹ മദ് തൊബി ഹർഫി ഹർക്കത്താൻ. മദ് തൊബി ഹർഫി ഹർക്കത്താൻ. ഓക്കെ, മീം ആണെങ്കിലോ മീം മദ് ലാസിം ഹർഫി മുഖഫഫ്. കാരണം മുഖഫഫ് ആവാൻ കാരണം മീമിന് സുക്കൂനാണ്. മീമ് അല്ലെ? മീം. അപ്പൊ അവസാനം മീമിന് സുക്കൂന് നൽകി. അപ്പൊ ആ സുക്കൂനാണ് മീമ് മദ് ലാസിം ആവാൻ കാരണം. ഖുറാനിൽ നമുക്ക് കാണാൻ കഴിയില്ല, വെറും ഒരു മീമ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിനെ പിരിച്ചെഴുതുന്ന സമയത്താണ് അവിടെ സുക്കൂനും മറ്റേതൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ഈ അവസാനം മീം സുക്കൂൻ വരുന്നത് കൊണ്ടാണ് ഈ മുഖഫഫ് ആവുന്നത്. അതെ, ഓക്കെ. അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കും വേണം. ഇപ്പൊ ഖാഫ് സിമ്പിൾ ആണ്. ഖാഫിന് എന്തില്ല? ശേഷം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഖാഫ് മദ് ലാസിം ഹർഫി മുഖഫഫ് സിത്ത ഹർക്കാത്ത്. ഖാഫ് ഫഇന് സുക്കൂനാണ്, ഫ ശദ്ദല്ല. അപ്പൊ അതുകൊണ്ട് അത് മുഖഫഫാണ്. ഇനി അടുത്തത് നോക്കൂ. ഇതാണ് ഞാൻ ഉസ്താദിനെ കൊണ്ട് ആദ്യം നമുക്ക് പാരായണം ചെയ്യിപ്പിച്ചിട്ട് ഞാൻ ഇതിനെ കുറിച്ച് വേടിച്ചുതരാം. ഉസ്താദേ. ഓക്കെ ഉസ്താദ്, ഓക്കെ. ഒന്നുകൂടി ഓതോ.
വെരി ഗുഡ്, അൽഹംദുലില്ലാ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പിന്നെ ലാസിമും എന്താ കാര്യങ്ങളും ഒക്കെ ഉള്ളത്. ഇപ്പൊ ഇതിൽ നമുക്ക് നോക്കിയാൽ ഞാൻ കളർ കൊടുത്തിട്ടുണ്ട്. കാഫിനും ഐനിനും സ്വാദിനും എന്ത് നൽകിയിട്ടുണ്ട്, കളർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അത് ലാസിമാണ്. ഹാവും യാവും എന്താണ്, തൊബിയാണെന്ന് കളറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോ ഹ യ എന്നുള്ളത് തൊബി ഹർഫി ഹർക്കത്താനാണ്. പിന്നെ കാഫ്, കാഫിൻ്റെത് സിമ്പിൾ ആണ്, കാഫ് അല്ലെ, കാഫ്. മോളുകൾ നോക്കൂ, കാഫ് ഹ യ, ഐന് സ്വാദ്, ഐൻ നൂന്, ഐൻ സ്വാദ്. ഇപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാഫ് ഹ യ, പിന്നെ ഐൻ നൂന് സാക്കിനാണല്ലോ വരുന്നത്, ശേഷം സ്വാദാണ് വരുന്നത്. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നൂനു സാക്കിനക്ക് ശേഷം സ്വാദ് വന്നതുകൊണ്ട് അവിടെ എന്ത് ചെയ്യണം നമ്മൾ? ഉസ്താദ് നേരത്തെ പാരായണം ചെയ്ത സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ക്ലിയർ ആയിട്ട് അവിടെ ശരിക്കും ഉന്ന നൽകിയിട്ടാണ് ഉസ്താദ് പാരായണം ചെയ്തത്. അവിടെ ഒരു ഉന്ന നൽകണം. കാരണം നൂനു സാക്കിനക്ക് ശേഷം സ്വാദ് വന്നു കഴിഞ്ഞാൽ ഇഖ്ഫാ ബി ഉന്നന്റെ ഒരു റൂൾ അവിടെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. പക്ഷെ നമ്മൾ ഇത് തഹജ്ജ് ചെയ്യുമ്പോൾ അവിടെ ഇഖ്ഫാവും പിന്നെ ഇദ്ഗാമും മറ്റതൊന്നും പറയുന്നില്ല. നമ്മുടെ ഖുർആനിൽ നമ്മൾ കാണുന്നതിനെ മാത്രം പറയാണ്. ഇപ്പൊ കാഫ്, കാഫ് മദ് ലാസിം ഹർഫി മുഖഫഫ് സിത്ത് ഹർക്കാത്ത്. ഓക്കെ. പിന്നെ ഐൻ മദ് ലാസിം ഹർഫി മുഖഫഫ് സിത്ത് ഹർക്കാത്ത്. ലീനുൽ ലാസിം എന്ന് ചിലവർ പറയാറുണ്ട്. അതിന് ലീനുൽ ലാസിം, ഐനിന് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് നമ്മൾ ആ സമയത്ത് ഒന്നുകൂടി പഠിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും ഈ ഭാഗം. ഇപ്പൊ നിങ്ങൾ ഐൻ മദ് ലാസിം ഹർഫി മുഖഫഫ് സിത്ത് ഹർക്കാത്ത് എന്ന് പഠിച്ചു വെക്കുക. ലീനാണെന്നൊന്ന് ഓർത്ത് വെച്ചാൽ മതി. മദ് ലീൻ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ. അപ്പൊ ഐൻ മദ് ലാസിം ഹർഫി മുഖഫഫ് സിത്ത് ഹർക്കാത്ത്. പിന്നെ വരുന്നത് സ്വാദാണ്. സ്വാദും സെയിം തന്നെയാണ്. എന്താണ്? സ്വാദ് മദ് ലാസിം ഹർഫി മുഖഫഫ് സിത്ത് ഹർക്കാത്ത്. ഇവിടെ മുസക്കൽ വന്നിട്ടില്ല, ഒക്കെ മുസക്കലാണ്. പിന്നെ ഹാ യാ ആണ്. ഹാ മദ് തൊബി ഹർഫി ഹർക്കത്താൻ, യാ മദ് തൊബി ഹർഫി ഹർക്കത്താൻ. ഓക്കെ. നൂന്, നൂന് സിമ്പിൾ ആണ്, നൂൻ. പിന്നെ എന്താണ്? നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. ഓക്കെ. നൂനിൻ്റെത് സിമ്പിൾ ആണ്. നൂൻ മദ് ലാസിം ഹർഫി മുഖഫഫ് സിത്ത് ഹർക്കാത്ത്. ഓക്കെ. ഇനി സ്വാദ്. സ്വാദ് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തായിരിക്കും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സ്വാദ് തഹജ്ജി പറയുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടത് ഉണ്ടാവുമോ? നമ്മൾ പാരായണം ചെയ്യുമ്പോ എങ്ങനെ? അല്ല, ഞാൻ പാരായണം ചെയ്ത സ്വാദ് സ്വാദ് എന്തായിരിക്കും? കൽക്കലുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ദാൽ സാക്കിന മുക്കൽക്കലുണ്ട്. അപ്പൊ നമ്മൾ അതെങ്ങനെ പറയും? സിമ്പിൾ ആണ്. സ്വാദ് മദ് ലാസിം ഹർഫി മുഖഫഫ് സിത്ത് ഹർക്കാത്ത് മഅൽ കൽക്കല എന്നാണ് പറയേണ്ടത്. അല്ലാണ്ട് നമ്മളവിടെ ദാൽ സാക്കിന മുക്കൽക്കല ഒന്നും പറയണ്ട. മഅൽ കൽക്കല, കൽക്കലയോട് കൂടി എന്ന് മാത്രം. ഇപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് എന്താണ്? ഹർഫുകളാണ്. അപ്പൊ ഖുർആനിൽ കണ്ട ഹർഫ് എങ്ങനെയാണോ അതാണ് നമ്മൾ പറയേണ്ടത്. അല്ലാണ്ട് അവിടെ ഉന്നുള്ളതോ അല്ലെങ്കിൽ ഇദ്ഗാം സംഭവിക്കുന്നോ ഇഖ്ഫാ സംഭവിക്കുന്നോ ഒന്നും നമ്മൾ ഇവിടെ പറയുന്നില്ല. നമ്മൾ പറയുന്നത് സിമ്പിൾ ആയിട്ട് ആ ഹർഫിനെ മാത്രം, അത് മുസക്കലാണോ മുഖഫഫ് ആണോ കൽക്കലയോട് കൂടിയാണോ അല്ലേ എന്നുള്ളതാണ്. മറ്റേതൊന്നും നമ്മൾ പറയുന്നില്ല. ഓക്കെ. സ്വാദ് മദ് ലാസിം ഹർഫി മുഖഫഫ് സിത്ത് ഹർക്കാത്ത് മഅൽ കൽക്കല. ഓക്കെ. അലിഫ് ലാം റ. ഇബ്രാഹിം കുട്ടി സാർ ഇതൊന്ന് തഹജ്ജ് ചെയ്യോ? അലിഫ് ലാം റ
അലിഫ് ലാ യുമദ് എന്നാണ് ശരിക്കും. തൊബീഹി അല്ലേ? തൊബിയല്ല, ലാ യുമദ്. അലിഫ് ലാ യുമദ്. അലിഫിന്റെ ലാ യുമദ്. ലാം ലാസിം ഹറഫ് മുഖഫഫ്. ലാം മദ് ലാസിം ഹറഫി മുഫഖഫ്. മുഖഫഫ് സിത്ത ഹർക്കാത്ത്. സിത്ത ഹർക്കാത്ത്. പിന്നെ റാ മുഫഖമ എന്ന് പറയണ അവിടെ വേണ്ട. മദ് തൊബി ഹർഫി ഹർക്കത്താൻ എന്ന് മാത്രമാണ്. വേറെ മറ്റേ ഈ ഇതില് നമ്മൾ പരമാവധി മറ്റേലേക്ക് ഒന്നും പോകാണ്ട് ഈ ഒരു ഹുറൂഫുൽ മുഖത്ത ആണല്ലോ, കേവലാക്ഷരങ്ങളാണ്. അപ്പൊ കേവലാക്ഷരങ്ങളുടെ നമ്മൾ ഇതിനേക്ക് ആവശ്യമായത് മാത്രം നമ്മൾ പറയാം. മുഫഖമി മറ്റൊന്നും പറയണ്ട. ഓക്കെ. അപ്പോ മദ് തൊബി ഹർഫി ഹർക്കത്താൻ. ഓക്കെ, കിട്ടുമല്ലോ അല്ലെ? അലിഫ് ലാം മദ് ലാസിമോ ഇങ്ങനെ? അലിഫിന് എന്താ പറയണ്ട അവിടെ? അലിഫ് ലാ യുമദ്, മദ് ഇല്ല. ലാ യുമദ് എന്ന് പറയണല്ലേ? ലാം അലിഫ് തന്നെ. പിന്നെ ലാമ് മദ് ലാസിമാണ്. റാ മദ് തൊബീ മദ് ലാസിം മുഖഫഫ് സിത്ത ഹർക്കാത്ത്. ഓക്കെ. റാ മദ് തൊബീ ഹർക്കത്താൻ. ഹർഫി ഹർക്കത്താൻ. ഹർഫിലെ ഹർഫി ഹർക്കത്താൻ. ഓക്കെ. ഓക്കെ. അപ്പൊ ഇത് പറയാൻ പറ്റുന്ന ആരാള്? അലിഫ് ലാം മീം റാ മനസ്സിലാക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. പറയാൻ കഴിയില്ലെങ്കിൽ ഞാൻ പറയാം. ഓക്കെ. അലിഫ് ലാം, പിന്നെ ലാമ് മീമ് റാ. അലിഫ് ലാമ് മീമ് റാ. ലാമ് സുക്കൂനുള്ള മീമിന് ശേഷം മീമ് വന്നു. അപ്പൊ ലാമ് എന്നുള്ള മദ് എന്തായി? എന്ത് മദ്ദായിരിക്കും? മദ് ലാസിം ഹർഫി മുസക്കലായിരിക്കും. മീമ് എന്നുള്ളത് നോർമൽ മുഖഫഫ്. റാ എന്താണ്? ഹർഫി മദ് തൊബി ഹർഫി ഹർക്കത്താൻ. അപ്പൊ ഇതില് 2 ലാസിമുണ്ട്, ഒരു തൊബിയുണ്ട്. അത് മദ് പറയുന്ന സമയത്ത് മദ് ലാസിം, ലാം മദ് ലാസിം ഹർഫി മുസക്കൽ സിത്ത ഹർക്കാത്ത്, മീം മദ് ലാസിം ഹർഫി മുഖഫഫ് സിത്ത ഹർക്കാത്ത്, റാ മദ് തൊബി ഹർഫി ഹർക്കത്താൻ. ഓക്കെ. അപ്പോ ഇങ്ങനെയൊക്കെയാണ് അലിഫ് ലാം മീം സ്വാദ്. അലിഫ് ലാം മീം സ്വാദ്. ഇപ്പോൾ നമ്മളത് പിരിച്ചെഴുതി കഴിഞ്ഞാൽ നമുക്ക് വേഗം മനസ്സിലാക്കാൻ കഴിയും. അലിഫ് ലാമ്, ലാമിന് ശേഷം മീമ് വന്നു. അപ്പൊ ലാം എന്താണ്? പിന്നെ മുസക്കലാണ്. പിന്നെ മീമ് തന്നെയാണ്. സുക്കൂനുള്ള മീമായതുകൊണ്ട് അത് സാധാരണ എന്താണ്? മുഖഫഫാണ്. സ്വാദും എന്താണ്? മുഖഫഫാണ്. ലാമ് മാത്രമാണ് മുസക്കൽ. അപ്പൊ ഇവിടെ കൺഫ്യൂഷൻ വരെ ഇവിടെ എങ്ങനെ ലാമ് മാത്രം മുസക്കലായി മറ്റേതൊക്കെ മുഖഫഫായി എന്നാണ്. അത് ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെല്ലാരും മനസ്സിലായിട്ടും ഉണ്ടാണ്ടൊക്കെയാണോ അല്ലെങ്കിൽ മനസ്സിലാവായിട്ടും ഉണ്ടാണ്ടൊക്കെയാണോ? അവിടെ മീമല്ല സർ, മുസക്കലാണ്. സെദ് വന്നുകൊണ്ട് PDF അയക്കുന്നല്ലേ? ഹജ്ജ് മനസ്സിലായിട്ടില്ല. നിങ്ങൾ PDF അയക്കുന്നല്ലേ? അപ്പൊ മനസ്സിലാവും. ഓക്കെ. അല്ല, മീമല്ല മുസക്കലാകെ, അവിടെ സെദ് വന്നോണ്ട്. അതാണ് ചോദ്യം നമ്പർ 1. അതാണ് വരേണ്ടത്. മീമിന്റെ മുകളിലാണല്ലോ ഷെദ് വരുന്നത്. അപ്പൊ മീമല്ലേ മുസക്കലാവേണ്ടതെന്ന്. അങ്ങനെ ഇത് ഈ ലാമ് എന്തുകൊണ്ട് മദ് ലാസിമായി എന്നുള്ളതാണ് ചോദ്യം. ലാമ് മദ് ലാസിം ആവാൻ കാരണം ശേഷം വന്ന മീമിന്റെ ഷദ്ദാണ്. ഈ മീം അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്തതുകൊണ്ടാണ് അവിടെ ഷദ്ദ് വരുന്നത്. അപ്പൊ ലാമ് മദ് ലാസിം ആവാൻ കാരണം ഷദ്ദാണ്. അതുകൊണ്ടാണ് മീമ് ശരിക്കും മീമിന് സുക്കൂനാണ് വരുന്നത് ലാസ്റ്റ് അല്ലേ? മീമ്. അപ്പൊ അവിടെ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ലാം എന്നുള്ള മീമ് സുക്കൂനിന് അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്തുകൊണ്ട് അവിടെ ഷദ്ദ് വന്നു. അപ്പൊ ആ ലാമ് മദ് വരാൻ സംഭവിക്കുക. നമ്മൾ മുമ്പ് കെലിമയിൽ പഠിച്ചിട്ടുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഷദ്ദ് വന്നതുകൊണ്ടാണ് മദ് ലാസിം വരുന്നത്. ആ ഷദ്ദാണ്. അതേപോലെ തന്നെയാണ് ഇവിടെയും ഷദ്ദ് കാരണം ഷദ്ദ് സംഭവിക്കുന്നത് മീമിനാണെങ്കിലും ലാമ്
മദ് ലാസിം ആവാൻ കാരണം അടുത്ത വാക്കിൽ ഷദ് വരുമ്പോഴല്ലേ നമ്മൾ അങ്ങനെയല്ലേ എന്ന് പഠിച്ചേ, ഓർമ്മയില്ലേ? ലാം മീം. അതിനാണ് ഫസ്റ്റത്തെ അലിഫ് ലാം മീം വിട്ട് എഴുതുമ്പോ അങ്ങനെ വ്യക്തമായിട്ട് ഓരോന്ന് എഴുതിയത്. കൺഫ്യൂഷൻ ഉണ്ടാവും എന്നുള്ളതിൽ തീർച്ചയാണ്. ഞാൻ കുറെ ഇതിന്റെ മുകളിൽ കെട്ടിത്തിരിഞ്ഞൊരു സംഭവമാണ്. അപ്പൊ അത് നിങ്ങൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് ശരിയാക്കുക. അല്ലാത്തത് എന്ത് ചെയ്യാൻ പറ്റും, എന്നോട് പേഴ്സണലി ചോദിക്കാം, എന്ത് വേണേൽ ചെയ്യാം. പിന്നെ സ്വാദ് എന്നുള്ളത് ലാലിന് സുക്കൂനാണ്, പക്ഷെ മാൽ കൽക്കല എന്നും കൂടി പറയണം, കൽക്കലയോട് കൂടി എന്നും കൂടി പറയണം. ഓക്കെ, ഇതിൽ 3 മദ് ലാസിം ഉണ്ട്, 3 മദ് ലാസിം ഉണ്ട്. അതില് സ്വാദിൻ്റെത് എന്താണ്, മാൽ കൽക്കല എന്നും കൂടി പറയണം, കൽക്കലയോട് കൂടിയാണ് സ്വാദ് എന്ന്. പിന്നെ സീൻ എന്നുള്ള മദ് തൊബി ഹർഫി ഹർക്കത്താൻ സീൻ നൂന് സാക്കിന. അപ്പൊ ഖുറാനിൽ നമുക്ക് സീനൊന്നും വെറും സീന് മാത്രമേ കാണാം. അപ്പൊ അത് നമ്മൾ പിരിച്ച് എഴുതുമ്പോഴാണ് സീൻ കസ്ര യാമദ് നൂനൊക്കെ വരുന്ന കണ്ടില്ലേ, അപ്പോഴാണ് നമുക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ പിരിച്ച് എഴുതി ഖുറാനിൽ കാണാൻ കഴിയില്ല, ത്വാവും സീനും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോ മദ് തൊബി ഹർഫി ഹർക്കത്താനാണ്, സീൻ മദ് ലാസിം ഹർഫി മുഖഫഫ് 6 ഹർക്കാത്ത്. അപ്പൊ തോസീൻ മീനാണെങ്കിൽ സീന് നൂന് സാക്കിന പിന്നെ മീം. അപ്പൊ ആ സീൻ എന്നുള്ള നൂനിന് എന്താക്കുന്നുണ്ട്, സീൻ എന്നുള്ള പിന്നെ നൂനു സാക്കിന മീമിലേക്ക് ഇദ്ഗാം ആവുന്നില്ലേ. അപ്പൊ ഇദ്ഗാം ആവുന്നത് കൊണ്ട് മീമിന് ഷദ് വരുന്നുണ്ട്, അതാണ് സീന് മദ് ലാസിം ആവാൻ കാരണം. അപ്പൊ അതുകൊണ്ട് സീന് മദ് ലാസിം ഹർഫി മുസക്കലായി. നേരെ മറിച്ച് പിന്നെ മറ്റേതോ തൊബി തന്നെ മീം എന്താ സംഭവിക്കുന്നത്, മീമിന് സുക്കൂനായതുകൊണ്ടാണ് മദ് ലാസിം ഹർഫി മുഖഫഫ് 6 ഹർക്കാത്ത്. ഓക്കെ, ഇപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മദ് ലാസിം ഹർഫിയാണ്. ഹർഫിൽ നിങ്ങൾക്ക് സംശയം ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അപ്പൊ അത് നിങ്ങൾ മെന്റേഴ്സ് ആയിട്ട് തീർക്കുക, അല്ലാത്ത കാര്യങ്ങൾ എന്നോട് ചോദിക്കുക, നമുക്കത് ക്ലിയർ ചെയ്യാം. എന്തായാലും നമുക്ക് ഈ ഒരു 37 മുതൽ 42 വരെയുള്ള ആയത്ത് പാരായണം ചെയ്ത് കേട്ടതിന് ശേഷം അവസാനിപ്പിക്കാം. ഓക്കെ, 6 ആയത്ത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقوم نوح لما كذبوا الرسل أغرقناهم وجعلناهم للناس آية وأعتدنا للظالمين عذابا أليما. وعادا وثمود وأصحاب الرس وقرونا بين ذلك كثيرا وكلا ضربنا له الأمثال وكلا تبرنا تتبيرا. ولقد أتوا على القرية التي أمطرت مطر السوء أفلم يكونوا يرونها بل كانوا لا يرجون نشورا. وإذا رأوك إن يتخذونك إلا هزوا أهذا الذي بعث الله رسولا إن كاد ليضلنا عن آلهتنا لولا أن صبرنا عليها وسوف يعلمون حين يرون العذاب من أضل سبيلا. ഓക്കെ, അൽഹംദുലില്ലാ. പിന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സോടെ അവസാനിപ്പിക്കുകയാണ്. സംശയങ്ങൾ ഒരുപാടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പം നിങ്ങളെല്ലാവരും പെർഫെക്റ്റ് ആണെങ്കിൽ അൽഹംദുലില്ലാ, ഏറെ സന്തോഷമാണ് ആ കാര്യത്തിൽ. പിന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ. അപ്പോൾ നിങ്ങൾ പഠിക്കുക. റമദാൻ പിന്നെ റമദാനിലെ വർക്കുകളും കാര്യങ്ങളും ഒക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ അറിയിക്കാം. സൂറത്ത് ഫുർഖാൻ തന്നെ മെയിനായിട്ട് നമ്മൾ പഠിക്കാൻ നോക്കാം.
അതേപോലെ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ക്ലിയർ ആക്കണം, കംപ്ലീറ്റ് ക്ലിയർ ചെയ്യണം. ഒരു സംശയവും ഉണ്ടാവരുത്. പരീക്ഷയ്ക്ക് നോമ്പ് കഴിയുമ്പോഴത്തേനൊക്കെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ആവുന്ന രീതിയിൽ, അതിനെ പൂർണ്ണമായി പരീക്ഷയ്ക്ക് റെഡി ആവുന്ന രീതിയിലായിരിക്കണം എല്ലാവരും തയ്യാറാവേണ്ടത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു ഇരുത്തത്തെ, ഇത്രയും സമയം ഈ വിശുദ്ധ ഖുർആൻ പഠനത്തിന് വേണ്ടി മാറ്റിവെച്ച ആ ഓരോ സെക്കൻഡുകളും അള്ളാഹു നാളെ പരലോകത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്ന സമയങ്ങളാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് പലതരത്തിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് പേര് പലതരത്തിലെ മാനസികവും ശാരീരികവും സാമ്പത്തികവും ഒക്കെ ആയിട്ടുള്ള പ്രയാസങ്ങൾ, രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, മക്കളുടെ അസുഖങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിച്ചിട്ട് ഏറെ ദുഃഖവും പ്രയാസം, മാനസിക പ്രയാസം അനുഭവിക്കുന്നു. അങ്ങനെ വ്യത്യസ്ത രീതിയിലാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുക, പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളെല്ലാവരും നമ്മുടെ ഈ ഒരു TTQ കുടുംബത്തിലെ അംഗങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഓരോ വക്തിലും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോരുത്തരുടെയും എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എളുപ്പത്തിൽ നീക്കി സുഖവും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിലെ മുഴുവൻ നോമ്പും ഏറ്റവും ഉന്നതമായ രീതിയിൽ അള്ളാഹു സ്വീകരിക്കുന്ന രീതിയിൽ, അള്ളാഹുവിന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ അടുത്താണ്, അതിന്റെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുന്ന രീതിയിൽ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അത് നോറ്റുകൂട്ടാനുള്ള ശാരീരികവും മാനസികവും സാമ്പത്തികവും എല്ലാ തരത്തിലുള്ള കഴിവും അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടുതൽ വരുന്ന റമദാനിൽ കൂടുതൽ നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാനിന്റെ മുഴുവൻ നോമ്പും കൃത്യമായിട്ട് നോറ്റ് വീട്ടാനുള്ള ശാരീരികമായിട്ടുള്ള കഴിവ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും എല്ലാവരെയും അള്ളാഹു അവന്റെ മഹത്തായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.